കഥ കസേരകളി കഥകളി. ഇന്ന് കേരളത്തിലെ സഹാക്കളുടെ പ്രധാന പ്രശ്നം കോമൺ സെൻസ് ഇല്ലാത്തതെന്നാണ് സുധാകരൻ്റെ വിലയിരുത്തൽ. അതായത് എന്ത് എവിടെ പറയണമെന്നോ എന്തു ചെയ്യണമെന്നോ സഹാക്കൾക്കറിയില്ല. പിന്നെ MP-യോ MLA-യോ ആകാൻ വേണ്ടി കൈപിടിച്ച് ഉയർത്തിയവൻ്റെ കഴുത്തു വെട്ടാൻ വരെ മടിയില്ല സഹാക്കൾക്ക്. കേൾക്കുമ്പോൾ തോന്നും ആരെയൊക്കെയോ ഉന്നം വച്ച് പറയുന്നത് പോലെ തോന്നും. പിന്നെ ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണോ എന്ന് സംശയിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കോമൺ സെൻസ് ആണ് രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലും കോമൺ സെൻസ് ഉള്ളവരെല്ലാം ചെയ്യും. കോമൺ സെൻസ് ഇല്ലാത്ത അത്യാഗ്രഹികളും അസൂയക്കാരും സന്ദർഭത്തിന് ചിന്തിക്കാൻ കഴിയാത്തവരും നിലവാരത്തെ താഴെ നിൽക്കുന്നവർ വിജയിക്കത്തില്ല. എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഒരു സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് എനിക്ക് MLA ആവണം, MP ആവണം. അത് കൈപിടിച്ച് കയറ്റവന്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടി ആദ്യം അവനെ വെട്ടിക്കളയാം. അവനെ തട്ടിക്കളഞ്ഞാൽ എനിക്കൂടെ കയറിയിരിക്കുക. എന്നിട്ട് കയറി ചെന്ന് കഴിഞ്ഞ് കൈ കാലോട്ട് അടിക്കുക. ഇതാണ് ഇപ്പൊ കേരളത്തിൽ എമ്പാട് കണ്ടോണ്ടിരിക്കുക. നമ്മൾ ഒരാളെ MP ആക്കുന്നത് മണ്ഡലത്തിൽ റോഡ് പണിയാനോ ലൈറ്റ് ഇടാനോ ഒക്കെയാണെന്നാണ് നാളിതുവരെ നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ രാജ്യം ആര് ഭരിക്കണം എന്നതടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കലാണ് MP-യുടെ പണിയെന്നാണ് ശശി തരൂർ പറയുന്നത്. പിന്നെ MP റോഡ് നന്നാക്കിയില്ല, റോഡിൽ ലൈറ്റ് ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. MP-ക്ക് ഭരണകാര്യങ്ങൾ ധാരാളം നോക്കാനുണ്ട്. ഒരു MP-യുടെ ചില പരിധികളുണ്ട്. നമ്മുടെ സംസ്ഥാന ഭരണം വേറെ ഒരു പാർട്ടിയുടെ കയ്യിലാണോ, നമ്മുടെ കേന്ദ്ര ഭരണം വേറെ പാർട്ടിയുടെ കയ്യിലാണോ, അതിനെ അനുസരിച്ചിട്ടാണ് MP-ക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. MP-യുടെ ജോലി ഇവിടെയല്ല. ഇവിടുത്തെ പാത നന്നാക്കലോ നമ്മളുടെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ ഏത് MP-ക്കും ചെയ്യാൻ സാധിക്കും. ഒന്നിനും കൊള്ളാത്തവനെന്ന് സ്വയം ബോധ്യമായ സ്ഥിതിക്ക് ഇറങ്ങി പോടാ ഇവിടുന്ന്. MP-മാരുടെ ജോലി എവിടെയാണ്? ഡൽഹിയിലാണ്. MP തിരഞ്ഞെടുപ്പ് എന്തിനാണ്? നമ്മളുടെ ഭാരതം ആരാ ഭരിക്കാൻ പോകുന്നത് തീരുമാനിക്കാനാണ്. അത് മാത്രമല്ല, ആ തീരുമാനം വന്ന ശേഷം അവിടെ തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാനും തിരുവനന്തപുരത്തിൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ വാദിക്കാനും. എന്നാലും എന്റെ മാമച്ച വെറുതെ ഇരുന്നാ മതി എന്നാ സ്വാമി പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല. ഒരു പണിയില്ലെന്നേ. MA ബേബി സഹാവ് സംസാരിക്കുമ്പോൾ വേദിയിൽ സ്ത്രീ പ്രാതിനിധ്യം മസ്റ്റാണ്. അതിപ്പോൾ വേദിയിൽ ആരുമില്ലെങ്കിൽ സദസ്സിൽ നിന്ന് 2 പേരെ സഹാവ് വിളിച്ച് നിർബന്ധമായി സ്റ്റേജിലിരുത്തും. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പറ്റിയില്ലെങ്കിൽ എന്താ, ഈ വക കാര്യത്തിലെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? വൈസ് പ്രസിഡന്റും വൈസ് ചെയർമാനും ഒക്കെ ആയിട്ടുള്ള മഹതികൾ ആരാവുന്നതാണെങ്കിലും ഇപ്പൊ നമ്മൾ തിരുത്തണം. 2 പേര് വന്ന് 2 സിനിമയുണ്ട്. ഒരു സഹോദരി വരും, 2 പേര് 2 പേർക്കും ഉണ്ടാവില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളൊക്കെ സീറ്റിൽ കയറി ഇരിക്കണം. ആണുങ്ങളൊന്നും നിങ്ങൾക്ക് സീറ്റ് തരാൻ സമ്മതിക്കുന്നില്ല. അവരെയൊന്നും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. 2 പേരും ഒരാളുകൂടെ വരണം, ഒരു മക്കളെയും കൂടെ വരണം.